ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോക്കസ് ആൻഡ് ഫ്ലോ PC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 LDC ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ഓപ്ഷൻസ് എ ഇൻ, ബി ഓൺ, സി വിത്ത്, ഡി ഓവർ. ഓപ്ഷൻ ബി ഓൺ ആണ് കറക്റ്റ് ആൻസർ. ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ. പ്ലേഡ് വരുമ്പോൾ ഓണും വരാം ട്യൂൺ വരാം. ഇവിടെ പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വി എൻജോയ്ഡ് ഡാഷ് ഫൺ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻഡ്, ദ, ഫോർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ദ. വി എൻജോയ്ഡ് ദ ഫൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദേ ഡാഷ് ഫോർ യു. ഓപ്ഷൻ എ വെയിറ്റ്സ്, ഓപ്ഷൻ ബി ഈസ് വെയിറ്റിംഗ്, ഓപ്ഷൻ സി വെയിറ്റ്, ഓപ്ഷൻ ഡി ആർ വെയിറ്റിംഗ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിനോണിം ഓഫ് എക്സെൻട്രിക് ഈസ്. ഓപ്ഷൻ എ പെക്ലിയർ, ഓപ്ഷൻ ബി എഫിഷ്യൻ, ഓപ്ഷൻ സി എറ്റേണൽ, ഓപ്ഷൻ ഡി പ്രൊഫഷ്യന്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പെക്ലിയർ. പെക്ലിയറിന്റെ മീനിങ് വിചിത്രം, അസാധാരണമായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കൂടെ മീനിങ്സ് നോക്കാം. എറ്റേണൽ ശാശ്വതമായ, അവസാനമില്ലാത്ത. എഫിഷ്യൻ കാര്യക്ഷമമായ. പ്രൊഫഷൻ പ്രഗത്ഭൻ. എക്സെൻട്രിക് വിചിത്രം. ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കൂടെ അർത്ഥം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പമായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലീഡ് എ ഹാപ്പി ലൈഫ്. ദ വേർഡ് ഹാപ്പി ഈസ് ആൻ. ഓപ്ഷൻ എ noun, ഓപ്ഷൻ ബി adjective, ഓപ്ഷൻ സി adverb, ഓപ്ഷൻ ഡി verb. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി adjective ആണ്. ഹാപ്പി ആണ് ഇവിടെ നാമവിശേഷണമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റോണിം ഓഫ് എക്സ്ട്രാവാഗന്റ് ഈസ്. ഓപ്ഷൻ എ റിയൽ, ഓപ്ഷൻ ബി ഹോസ്റ്റൈൽ, ഓപ്ഷൻ സി ഫ്രൂജൽ, ഓപ്ഷൻ ഡി എനിമി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫ്രൂജൽ ആണ്. ഫ്രൂജലിന്റെ മീനിങ് പിശുക്കാണ്. എക്സ്ട്രാവാഗന്റ് എന്ന് പറഞ്ഞാൽ ധാരാളിത്തം, ധൂർത്തൊക്കെയാണ്. സോ എക്സ്ട്രാവാഗന്റിന്റെ ആന്റോണിം ഫ്രൂജൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. ഓപ്ഷൻ എ ഗീവ് ഇൻ, ഓപ്ഷൻ ബി ഗീവ് അവേ, ഓപ്ഷൻ സി ഗീവ് അപ്പ്, ഓപ്ഷൻ ഡി ഗീവ് ഔട്ട്. ഓപ്ഷൻ എ ഗീവൻ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് ഗീവൻ ആണോ ഗീവ് അപ്പ് ആണോ നമുക്കൊരു ഡൗട്ട് കാണും. ഗീവിന്റെ മീനിങ് കീഴടങ്ങുക എന്നാണ്, അതായത് മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ കീഴടങ്ങുന്നതാണ്. ഗീവ് അപ്പ് സ്വയം ശ്രമം ഉപേക്ഷിക്കുന്ന സമയത്താണ് നമ്മൾ ഗീവ് അപ്പ് ഉപയോഗിക്കുന്നത്. സോ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഗീവൻ ആണ്. അവർ ജവാൻസ് വുഡ് നോട്ട് ഗീവ് ഇൻ ടു ദ എനിമീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈസ് ഈസ് സ്റ്റേബിൾ ഫുഡ് ഓഫ് കേരള. ഈസ് ആൻ ഡാഷ്. ഓപ്ഷൻ എ എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ഓപ്ഷൻ ബി അസേർട്ടീവ് സെന്റൻസ്. അസേർട്ടീവ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ആൻസർ അസേർട്ടീവ് സെന്റൻസ് ആണ്. ഇനി എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ഇമ്പറ്റീവ് ആണെങ്കിൽ അതൊരു ആജ്ഞ, അപേക്ഷ അതുപോലെയുള്ള ഒരു സെന്റൻസ് ആയിരിക്കും. ഇനി ഇന്റർഗേറ്റീവ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. സോ ഇത് കറക്റ്റ് ആൻസർ അസേർട്ടീവ് സെന്റൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ജെൻഡർ ഓഫ് വേർഡ് പീകോക്ക് ഈസ് ഡാഷ്. ഓപ്ഷൻ എ കോമൺ, ഓപ്ഷൻ ബി മസ്കുലൈൻ, ഓപ്ഷൻ സി ഫെമിനൈൻ, ഓപ്ഷൻ ഡി ന്യൂട്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മസ്കുലൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. VACATION അതാണ് വെക്കേഷന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ he said nothing dash is. ഓപ്ഷൻ എ did he, ഓപ്ഷൻ ബി didn't he, ഓപ്ഷൻ സി has he, ഓപ്ഷൻ ഡി had he. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, did he ആണ്. നമുക്ക് തന്നിട്ടുള്ള സെന്റൻസ് ഓൾറെഡി നെഗറ്റീവ് ആണ്. അതിൽ നത്തിങ് വന്നിട്ടുള്ളത് കൊണ്ട് ഓൾറെഡി നെഗറ്റീവ് ആണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. did he ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if you learn well you dash the exam. Option A can pass, option B could pass, option C could have passed, option B could passed. ആൻസർ ഓപ്ഷൻ എ can pass ആണ്. ഇവിടെ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൾ
or can plus do ഫോമിലാണ് വരേണ്ടത്. സോ കറക്റ്റ് ആൻസർ ഇഫ് യു ലേൺ വെൽ യു ക്യാൻ പാസ് ദി എക്സാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൺസ്ട്രോക്ക് is a word formed using option A prefix, option B suffix, option C compound, option D none of the above. Correct answer option C compound ആണ്. ഒന്നിലധികം വാക്കുകൾ കൂടി ചേർന്ന് ഒറ്റ വാക്കായി ഫംഗ്ഷൻ ചെയ്യുന്ന വാക്കുകളാണ് കോമ്പൗണ്ട് വേർഡ്സ്. ഇവിടെ ഇത് സൺസ്ട്രോക്ക് ആണ്. സൺ പ്ലസ് സ്ട്രോക്ക് ആണ് സൺസ്ട്രോക്ക്. ബ്ലാക്ക് ബോർഡ്, ഇങ്ക് പോട്ട് അതൊക്കെ വേറെ എക്സാമ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ വേർഡ്. He did the work irregularly. Option A in black and white. Option B by fits and starts. Option C in deep water. Option D head over the hills. Correct answer option B by fits and starts ആണ് correct. By fits and starts എന്താണ്? ഇടവിട്ട് ഒരു കാര്യം ചെയ്യുന്നതാണ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇൻ ഡീപ്പ് വാട്ടർ എന്താ? കുഴപ്പത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥേനെ പറയുന്നതാണ് ഇൻ ഡീപ്പ് വാട്ടർ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റോ രേഖാമൂലമുള്ള അതല്ലെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ എഴുതി വെക്കപ്പെട്ട ഒരു കാര്യത്തിനാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ഈസ് ഡാഷ്. Option A the toys was broken by the child. Option B the toys was being broken by the child. Option C the toys were being broken by the child. Option D the toys were broken by the child. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ് ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മുടെ സിമ്പിൾ പാസ്റ്റിലാണ് ആക്റ്റീവ് വോയിസ് കിടക്കുന്നത്. സോ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 ഫോമിൽ വേണം വരാൻ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഡി ആണ്. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഡാഷ് ജസ്റ്റ് കം. ഓപ്ഷൻ എ വാസ്, ആം, ഹാസ്, ഹാവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹാവ് ആണ്. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സോ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ one word substitute for the original inhabitants of a place is dash. Option A accomplices. Option B aborigines. Option C hedonist. Option D cosmopolitans. Correct answer option B aborigines ആണ്. അതായത് ആദിവാസികളാണ് അബോറിജൈൻസ്. ഇനി ഹെഡോണിസ്റ്റുകൾ എന്താണ്? ഹെഡോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കൂട്ടുപ്രതി, കുറ്റവാളി അതൊക്കെയാണ് ഹെഡോണിസ്റ്റുകൾ. ഇനി അക്കംപ്ലൈസസ് എന്താണ്? അക്കംപ്ലൈസസ് സുഖലോലുപരാണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസിലുള്ള ബാക്കിയുള്ള മീനിങ്സും കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് എക്സാമുകൾക്ക് ഉപകാരപ്പെടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ഇൻ പൊസിഷൻ ഓഫ് ദർ ഹാൾ ടിക്കറ്റ്സ്. ഓപ്ഷൻ എ ക്യാൻ, ഓപ്ഷൻ ബി മേ, ഓപ്ഷൻ സി വിൽ, ഓപ്ഷൻ ഡി മസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മസ്റ്റ് ആണ് കറക്റ്റ്. ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. സോ ഇവിടെ മസ്റ്റ് ആണ്. ഇവിടെ യോജിക്കുന്ന ഓപ്ഷൻ മസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാലു ടു അക്ഷര വേർ ആർ യു ഗോയിങ്. ഈ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷി വേർ ഗോയിങ്. ഓപ്ഷൻ ബി ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷി വാസ് ഗോയിങ്. ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷി ഹാഡ് ബീൻ ഗോയിങ്. ബാലു ആസ്ക്ഡ് അക്ഷര വേർ വാസ് ഷി ഗോയിങ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷി വാസ് ഗോയിങ്. ഇവിടെ നമ്മുടെ മെയിൻ ക്ലോസ് പാസ്റ്റ് ആയത് കാരണം തുടർന്നുള്ള ഭാഗത്തും പാസ്റ്റ് തന്നെ വരണം. സോ എങ്ങനെ വരും? ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷി വാസ് ഗോയിങ്. അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിസ് only bad habits is smoking. The underlined word is a dash. Option A gerund. Option B present participle. Option C past continuous. Option D none of the above. Correct answer gerund ആണ്. ലാസ്റ്റ് ing വരുന്നതാണ് ജെറണ്ടുകൾ. സോ സ്മോക്കിംഗ് ആണ് ഇവിടെ ജെറണ്ട് ആയിട്ട് വന്നിട്ടുള്ളത്.